അമ്പലപ്പുഴയിലേക്കാണ് പോകുന്നത്. അമ്പലപ്പുഴയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേരുകയാണ് ജി സുധാകരനായിട്ടുള്ള. അവിടെ ഈ യോഗത്തിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ ഷോൾ അണിയിച്ചുകൊണ്ട് ജി സുധാകരനെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് അഭിവാദ്യം ചൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ഉണ്ട്. ഷുഗർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അലോഷ്യസ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വേദിയിലെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ്. നിലവിൽ ജനകീയ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് UDFന്റെ പിന്തുണ ഉണ്ട്. അവിടെ ഹാരം അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കെ സി വേണുഗോപാലും ജി സുധാകരനും ഒരേ ഹാരത്തിന് കീഴിൽ ഷുക്കൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് പാർട്ടി വിടുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും UDF പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ ജി സുധാകരന്റെ കിരീടം ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് അപരനായിട്ടൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള വിവരമൊക്കെ വന്നിരുന്നു. പക്ഷേ ആ അപര സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണ്. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, UDF പൂർണ്ണമായും അങ്ങ് ഏറ്റെടുക്കുന്ന രീതിയിൽ മുൻപ് സ്വാഭാവികമായിട്ടും പിന്തുണ ഉണ്ടെന്നുള്ള കാര്യം അറിയെങ്കിൽ പോലും UDF സ്വതന്ത്രൻ എന്നുള്ള മാറ്റി അദ്ദേഹം ജനകീയ സ്വതന്ത്രൻ എന്ന് തിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ സജീവ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെയല്ലേ നടക്കുന്നത്? ഫ്ലെക്സിൽ അങ്ങനെ എഴുതിയത് കാണുന്നില്ല, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്രമേ ഉള്ളൂ. അതെ അക്ഷയ, അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനകീയ സ്വതന്ത്രനാണെന്നാണ്. അവരുടെ UDFും കോൺഗ്രസും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കൺവെൻഷന്റെ ഒരു ബാനറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അമ്പലപ്പുഴ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനെ വിജയിപ്പിക്കുക എന്നത് UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല എന്നുള്ളതാണ് അതിനകത്ത് രാഷ്ട്രീയ കൗതുകം. കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്. ജി സുധാകരൻ പ്രതീക്ഷിക്കുന്നത് UDFന്റെയും കോൺഗ്രസിന്റെയും വോട്ടിനോടൊപ്പം തന്നെ CPMന്റെ കുറച്ച് അടിസ്ഥാനപരമായ വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം CPMകാരാണ്. അവർ പാരമ്പര്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ അവർ നേടുക എന്നുള്ളത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാവും. കാരണം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ജി സുധാകരനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനകീയ സ്വതന്ത്രനായി അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി UDFും കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ താഴെത്തട്ടിലുള്ള കോൺഗ്രസിന്റെ മീറ്റിംഗുകൾ വിളിച്ചു ചേർത്ത് ഇതിന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണം നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സുധാകരനെ പിന്തുണയ്ക്കുന്നു, എന്തുകൊണ്ട് സുധാകരന് UDF വോട്ട് ചെയ്യണം എന്നുള്ള വിശദമായ ഒരു സ്റ്റഡി ക്ലാസ്, പഠന ക്ലാസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന രീതിയിൽ ആണികളെ ബോധവൽക്കരിച്ചുകൊണ്ട്, നേതാക്കന്മാരെ ബോധവൽക്കരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ജി സുധാകരനെ ത്രിവർണ്ണ, സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ പരിപാടികളൊക്കെ നമ്മൾ കാണാറുള്ള ഒരു ത്രിവർണ്ണ നിറമുള്ള ചെറിയ ഷാൾ ഉണ്ടല്ലോ, അത് വെച്ചൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു, കിരീടം വെച്ച് ഹാരം അണിയിച്ചുകൊണ്ട് സുധാകരനെ സ്വീകരിക്കുകയാണ്. അപ്പോഴും രഘു പറഞ്ഞു വെച്ചിട്ടുള്ള, നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ കൗതുകം അവിടെ തന്നെ അവസാനിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയുണ്ട്. ബാനറിലൊക്കെ നമുക്ക് ഫ്ലെക്സിലൊക്കെ എഴുതിയേ കാണാം. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, ജി സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, അവിടെ അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം UDF സ്വതന്ത്രനല്ല എന്നുള്ള കാര്യം വീണ്ടും ആ ഒരു കൺവെൻഷന്റെ എഴുതി വെച്ചിട്ടുള്ള ബാനറിലടക്കം ആ കാര്യം വീണ്ടും അവിടെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്, അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ പ്രചാരണങ്ങളൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്നു.